ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തി, പൂരി, അപ്പം, ദോശ, ഇടിയപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ ഗ്രീൻ പീസ് എടുത്തിട്ട് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് എടുത്തിട്ടുള്ള ഗ്രീൻ പീസാണിത്. 1/2 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ചേർക്കാം. 2-3 വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് വേണം കുക്കറിലേക്ക് ചേർക്കാനായിട്ട്. കൂടെ പിന്നെ ഇനി നമുക്ക് ഇതിനോടൊപ്പം വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ അത്യാവശ്യം വലിയ ക്യാരറ്റിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വലിയ പീസാക്കിയിട്ട് തന്നെയാണ് ഒന്ന് അരിഞ്ഞിട്ടുള്ളത്. തീരെ ചെറുതാക്കണ്ട, എങ്കിൽ പിന്നെ എല്ലാം കൂടി അങ്ങ് പൊടിഞ്ഞു പോകും. ഇനി നമ്മുടെ ഈ ഗ്രീൻ പീസിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നത്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ഏലക്കയുടെ സീഡ് മാത്രം എടുത്തിട്ടുണ്ട്. ആ കുരു മാത്രം ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ഈ ഒരു അളവിൽ മാത്രമേ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 3 വിസിൽ. ഒരുപാട് വിസിൽ വരേണ്ട ആവശ്യമില്ല. ഓരോ കുക്കറിനും അനുസരിച്ചിട്ട് വിസിലിൻ്റെ അളവ് കൂടുകയും കുറയൊക്കെ ചെയ്യും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിലാണ് കേട്ടോ ഇത് വെക്കുന്നത്. ഒരു 3 വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഇതിലെ കംപ്ലീറ്റ് പ്രഷർ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാവുന്നതാണ്. നല്ലതുപോലെ സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഗ്രീൻ പീസും ക്യാരറ്റും എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി വേഗം തന്നെ നമ്മുടെ കറി തയ്യാറാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കടുകാണ്. നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അത്യാവശ്യം വലിയ സവാളയിൽ 1 എടുത്തിട്ടുണ്ട്. തീരെ ചെറുതാണെങ്കിൽ മാത്രം 2 എടുക്കാം. നമ്മുടെ ഈ സവാള ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. ഒരല്പ സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. ഒരല്പ നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് അതുപോലെ തന്നെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മീഡിയം സൈസ് വലുപ്പത്തിന് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി ഒന്ന് വലുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാം. കൂടെ വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമ്മളിതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ചേർക്കുകയാണ് കേട്ടോ. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം. കുറഞ്ഞ അളവിൽ മതിയെങ്കിൽ 2 പച്ചമുളക് ചേർക്കാം. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ വെന്ത് ഉടയണം എന്നുള്ള ആവശ്യമില്ല. തക്കാളി നല്ല രീതിക്ക് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. നമ്മുടെ തക്കാളിയെല്ലാം നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയൊരു തേങ്ങാക്കൂട്ടും കൂടിയാണ്. നമ്മുടെ ഈ തേങ്ങാക്കൂട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്. കൂടെ ഇതിനോടൊപ്പം 1 പിടി അളവിൽ മല്ലിയിലയും കൂടി. കുറച്ച് മതിയാവും കേട്ടോ, ഒരുപാട് വേണ്ട. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല. ഇനി ഇത് അരയാനും മാത്രം ആവശ്യമായിട്ടുള്ള ഒരല്പം വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരെ തന്നെ നമുക്കിതിലേക്ക് ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിക്ക് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഗ്രീൻ പീസിൻ്റെ മിക്സും ചേർത്ത് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ ഗ്രീൻ പീസ് വേവിച്ചെടുക്കാൻ സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തികയില്ല. അതിൻ്റെ പേരിൽ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാലയും ഗ്രീൻ പീസിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ട് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും.
എന്നാൽ ശരി 5 മിനിറ്റ് അടച്ച് വെക്കാം. ഫ്ലെയിം മീഡിയത്തിന് ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും. ഫ്ലെയിം ഒരുപാട് കൂട്ടിയും വെക്കേണ്ട, തീരെ കുറച്ച് വെക്കേണ്ട ആവശ്യമായിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിയെല്ലാം ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഗ്രീൻ പീസ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയത്ത് നമ്മളത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് ഉടൻ തന്നെ ചൂടോട് കൂടിയിട്ടോ തണുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഗ്രീൻ പീസ് കറി വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളത് പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.